ഇസ്രായേലിൽ ശക്തമായ പ്രതിഷേധം നേരിടുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മുൻ പ്രധാനമന്ത്രിമാരും മുൻ സൈനിക മേധാവിയും ഉൾപ്പെടെ രംഗത്ത് വന്നു. ഇപ്പോഴും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് വരെ നെതന്യാഹുവിൻ്റെ നീക്കങ്ങളോട് അതൃപ്തിയുണ്ട്. നെതന്യാഹു സർക്കാരിൻ്റെ നിലനിൽപ്പ് പോലും പ്രതിസന്ധിയിലാണ്. ഗസ സംഘർഷം ഉൾപ്പെടെ നീട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ കാരണം ഇതാണെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമായപ്പോഴാണ് പെട്ടെന്നൊരു നാൾ ഇറാനെ നെതന്യാഹു ആക്രമിച്ചത്. ആണവ പരീക്ഷണവും ഭരണമാറ്റവുമെല്ലാം സ്വന്തം സ്വാർത്ഥ താൽപ്പര്യത്തിന് മേമ്പൊടിയായി ചേർത്തു എന്ന് മാത്രം. ഇസ്രായേൽ ഇറാൻ യുദ്ധം താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു. പിന്നാലെ ഇസ്രായേൽ കോടതികളിൽ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി കേസുകൾ വീണ്ടും പൊങ്ങി വരുന്നു. ഇതോടെ രക്ഷകനായി അവതരിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലിനെ സംരക്ഷിച്ച പോലെ നെതന്യാഹുവിനെയും സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ട്രൂ സോഷ്യൽ എന്ന സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം. നെതന്യാഹുവിനെതിരെ നടക്കുന്ന വിചാരണ നടപടികൾ വലിയ ഞെട്ടലുണ്ടാക്കി എന്നാണ് ട്രംപ് പറയുന്നത്. പോസ്റ്റിൽ നെതന്യാഹുവിനെ വാനോളം പുകഴ്ത്തുന്നുമുണ്ട് ട്രംപ്. യോദ്ധാവെന്ന് പോലും നെതന്യാഹുവിനെ ട്രംപ് വിശേഷിപ്പിക്കുന്നു. വലിയൊരു യുദ്ധകാലത്ത് ഇസ്രായേലിനെ നയിച്ച പ്രധാനമന്ത്രിയാണ് നെതന്യാഹു. ആ പ്രധാനമന്ത്രിക്കെതിരെ നീതിയുടെ പേരിലുള്ള ഈ വേട്ടയാടൽ പരിഹാസ്യമാണ്. അദ്ദേഹത്തിന് മാപ്പ് നൽകി കേസുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കണം ട്രംപ് ആവശ്യപ്പെടുന്നു. ട്രംപിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: നെതന്യാഹുവിൻ്റെ ശക്തമായ നേതൃത്വത്തിൽ ചരിത്രത്തിലെ വലിയൊരു പ്രതിസന്ധിയിലൂടെ ഇസ്രായേൽ കടന്നുപോയി. അദ്ദേഹത്തിനെതിരായ വേട്ട ഇപ്പോഴും തുടരുന്നത് പരിഹാസ്യമാണ്. മഹായുദ്ധകാലത്തെ പ്രധാനമന്ത്രിയാണ് നെതന്യാഹു. അദ്ദേഹവും ഞാനും ഒരുമിച്ചാണ് വലിയ ദുരിതങ്ങൾ താണ്ടിയത്. ഇസ്രായേലിൻ്റെ ദീർഘകാലമായുള്ള കടുത്ത ശത്രുവായ ഇറാനോട് പോരാടുകയായിരുന്നു ഞങ്ങൾ. ഈ വിശുദ്ധ ഭൂമിയെ ഇതിലും നന്നായും ശക്തമായും മറ്റൊരു തരത്തിലും നെതന്യാഹുവിന് സ്നേഹിക്കാനാവില്ല. നെതന്യാഹുവിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നഷ്ടങ്ങളും നാണക്കേടും മാത്രമാവും നേരിടേണ്ടി വരിക. നെതന്യാഹു ഒരു പോരാളിയാണ്. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ മറ്റൊരു യോദ്ധാവുണ്ടാകില്ലെന്നും ട്രംപ് പ്രശംസിക്കുന്നു. അസാധ്യമെന്ന് എല്ലാവരും കരുതിയ കാര്യങ്ങളാണ് അദ്ദേഹം സാധിച്ചെടുത്തത്. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ഉടൻ യാഥാർത്ഥ്യമാകാനിരുന്ന ആണവായുധങ്ങളിലൊന്നിനെയാണ് സമ്പൂർണ്ണമായി നെതന്യാഹു ഉന്മൂലനം ചെയ്തിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അതിജീവനത്തിനായി ഞങ്ങൾ പോരാടുകയായിരുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നെതന്യാഹുവിനോളം ശക്തമായി പോരാടിയ മറ്റൊരാളില്ല. ഇങ്ങനെയൊക്കെ ആയിട്ടും വളരെ കാലമായി അദ്ദേഹം നേരിടുന്ന രാഷ്ട്രീയ പ്രേരിതമായ കേസിൻ്റെ തുടർ നടപടികൾക്കായി തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചതായി ഞാൻ അറിഞ്ഞു. 2020 മെയ് മുതൽ അദ്ദേഹം ഈ ഹൊറർ ഷോയിലൂടെ കടന്നു പോകുന്നു. മുമ്പെങ്ങും കേൾക്കാത്ത സംഭവമാണിത്. ഒരു സിറ്റിംഗ് ഇസ്രായേൽ പ്രധാനമന്ത്രി വിചാരണ നേരിടുന്നത് ഇതാദ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇതിലും മികച്ചത് അദ്ദേഹവും ഇസ്രായേലും അർഹിക്കുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ വിചാരണ ഉടൻ തന്നെ റദ്ദാക്കണം. അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഏറെ സംഭാവനകൾ ചെയ്ത ആ മഹാനായ പോരാളിക്ക് മാപ്പ് നൽകണം. ഇസ്രായേലിനെ രക്ഷിച്ചത് അമേരിക്കയാണ്. ഇനി നെതന്യാഹുവിനെ രക്ഷിക്കുന്നത് അമേരിക്കയായിരിക്കും. ഇങ്ങനെ നീതിയെ പരിഹസിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും ട്രംപ് പറയുന്നു. അഴിമതി, തട്ടിപ്പ്, വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള നിരവധി കേസുകളാണ് നെതന്യാഹു നേരിടുന്നത്. ഇറാനുമായുള്ള യുദ്ധം കാരണം വിചാരണ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നതാണ്. യുദ്ധം തീർന്നതോടെ വിചാരണ വീണ്ടും തുടങ്ങുന്നു എന്നാണ് വിവരം. നെതന്യാഹുവിന് നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരും.